സൂര്യ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമയായ കങ്കുവ സിനിമയെപ്പറ്റി ഞാൻ ഒരു റിവ്യൂ അല്ല ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. റിവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിട്ടാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഈ സിനിമയിലെ ശബ്ദം വളരെ കൂടുതലാണെന്നും എനിക്ക് ചെവി വേദന എടുത്തെന്നും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അത് വളരെ തമാശ രൂപേണയാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് തമാശയല്ല. പലർക്കും എൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു. അതായത് ചെവി വേദന എടുക്കുക, തലവേദന എടുക്കുക, അങ്ങനെ ഒരുപാട് പേര് ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഞാൻ കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഒരുപക്ഷെ ഞാൻ കണ്ട തിയേറ്ററിൻ്റെ പ്രശ്നമാവാം എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് ഇത് പൊതുവെ എല്ലായിടത്തുമുള്ള ഒരവസ്ഥയായിരുന്നെന്ന്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഇതൊരു ട്രോൾ പോസ്റ്റ് അല്ല, വളരെ സീരിയസ് ആയ പോസ്റ്റാണ് എന്ന് ആദ്യമേ പറയട്ടെ. ഇന്നലെ രാവിലെ കങ്കുവ കണ്ട് വീട്ടിൽ വന്നപ്പോൾ തുടങ്ങിയ തലവേദനയാണ് ഇന്ന് ഈ പോസ്റ്റ് ഇടുന്ന സമയം വരെയും മാറിയിട്ടില്ല. ഗുളികയൊക്കെ കഴിച്ച് നോക്കിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന പൊങ്ങി വരുന്നുണ്ട്. ഇടയ്ക്ക് തലവേദന അല്പം നോർമലായ സമയത്ത് സോഷ്യൽ മീഡിയ തുറന്നപ്പോഴാണ് കങ്കുവയിലെ സൗണ്ടിനെക്കുറിച്ച് ഒരുപാട് പോസ്റ്റുകൾ കണ്ടത്. നമ്മുടെ ശരീരത്തിന് താങ്ങാവുന്നതിലും അധികം ശബ്ദം തുടർച്ചയായി കേൾക്കേണ്ടി വരുമ്പോൾ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുമെന്നും മ്യൂസിക്കും കഥാപാത്രങ്ങളുടെ അലർച്ചയും എല്ലാം കൂടി ചേർന്ന് ഒരു മനുഷ്യൻ്റെ തലച്ചോറിന് താങ്ങാൻ പറ്റുന്നതിലും അധികം ശബ്ദമാണ് സിനിമയിൽ മുഴുനീളം ഉണ്ടായിരുന്നത് എന്നും ഇത് കാരണം സിനിമ കണ്ട പലർക്കും തലവേദന മാറിയിട്ടില്ല എന്നുമൊക്കെയായിരുന്നു പോസ്റ്റുകൾ. ആദ്യം ഇത് സർക്കാസം പോസ്റ്റ് ആയിരിക്കും എന്നാണ് കരുതിയതെങ്കിലും കുറേ അധികം പോസ്റ്റുകൾ സെയിം കാര്യം പറയുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ തലവേദനയുടെ കാരണവും ഇതുതന്നെ ആയിരിക്കുമോ എന്ന സംശയം തോന്നിയത്. ഈ മാസ് പടങ്ങളിലൊക്കെ അലർച്ചയും തലവെരിപ്പിക്കുന്ന മ്യൂസിക്കും സാധാരണമാണ്. പക്ഷേ കങ്കുവ സിനിമ തുടങ്ങി അവസാനിക്കുന്നതുവരെ ഏറെക്കുറെ ഒരേ ടോണിലാണ് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തിച്ചിരുന്നത്. ഞാൻ കണ്ട തിയേറ്റർ കേരളത്തിലെ ഏറ്റവും മികച്ച സൗണ്ട് എക്സ്പീരിയൻസ് തരുന്ന തിയേറ്ററുകളിൽ ഒന്നും കൂടിയായിരുന്നു. 2.5 മണിക്കൂർ ഇങ്ങനെ സൗണ്ട് തുടർച്ചയായി കേൾക്കേണ്ടി വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മാസ് പടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നവരുടെ ശ്രദ്ധയിലേക്ക് സിനിമ കാണാൻ വരുന്നവരുടെ ശാരീരിക മാനസിക ആരോഗ്യം കൂടി പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കണം. എന്തായാലും പ്രചരിക്കുന്ന പോസ്റ്റുകളിലെ ശാസ്ത്രീയതയെപ്പറ്റി അറിവുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ്. ഈ പോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു പിക്ചറും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ കാണിക്കാം. ആ പിക്ചറിൽ പറയുന്ന ഇതാണ്: ദ റെക്കമെൻഡഡ് നോയ്സ് ലെവൽ ഫോർ മൂവി തിയേറ്റേഴ്സ് ഈസ് 85 decibels. However, many theatres have sound levels that are much higher. 85 decibels safe for up to 8 hours. അതായത് 8 മണിക്കൂർ വരെ 85 ഡെസിബിൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം. 8 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് എന്നർത്ഥം. 88 ഡെസിബിൾസ് സേഫ് ഫോർ അപ് ടു 4 hours. അതായത് 4 മണിക്കൂർ വരെ തുടർച്ചയായിട്ട് 88 ഡെസിബിൾ സൗണ്ട് നമുക്ക് കേൾക്കാം. 91 ഡെസിബിൾസ് സേഫ് ഫോർ അപ് ടു 2 hours. 2 മണിക്കൂർ വരെ 91 ഡെസിബിൾസ് കേൾക്കാം. 100 decibels can cause hearing damage after 15 minutes. അതായത് 15 മിനിറ്റ് വരെ ഉള്ളൂ 100 decibels നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ചെവിക്ക് തകരാറുണ്ടാവാം എന്നാണ് പറയുന്നത്. ഈ പിക്ചറിനോട് ചേർന്നാണ് അദ്ദേഹം മറ്റൊരു പിക്ചറും കൂടെ കൊടുത്തിരിക്കുന്നത്. അതായത് തിയേറ്ററിനുള്ളിൽ മൊബൈൽ ഫോണ് ഡെസിബൽ അളക്കുന്ന എന്തോ ഒരു ആപ്പ് ഉപയോഗിച്ച് അദ്ദേഹം അളന്നതാണ്. അത് കാണിച്ചിരിക്കുന്നത് 105 ഡെസിബലാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ മൊബൈൽ ഫോണിൽ ആപ്പ് വെച്ച് അളന്നു കഴിഞ്ഞാൽ എത്രത്തോളം കൃത്യത ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അസഹനീയമായ ശബ്ദമായിരുന്നു. അത് ഈ സിനിമ കണ്ടവരൊന്നടങ്കം പറയും. ഒരാൾ പോലും ഇതിനെതിരെ തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും തർക്കിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അമിതമായ താരാരാധന മൂലമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു സിനിമ കണ്ടവർക്ക് സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താണെന്നും സൗണ്ട് എഞ്ചിനീയർ ആരാണെന്നും കൃത്യമായിട്ട് പിടികിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ പല സ്ഥലങ്ങളിലും ഗാനമേള കേൾക്കാൻ പോയിട്ടുണ്ടല്ലോ. ഈ ഗാനമേള കേൾക്കുമ്പോൾ സ്റ്റേജിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരാളൊരു പെട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം, ഒരു മിക്സറുമായിട്ട്. അപ്പോൾ സാധാരണ ആളുകൾ നോക്കുമ്പോഴത്തേക്കും വോളിയം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. നമ്മുടെ സാധാരണ ലോക്കൽ ഗാനമേളകളിൽ പൊതുവെ എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറ്. അതായത് ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. നമ്മുടെ പണ്ടത്തെ ടേപ്പ് റെക്കോർഡറിലും CD-യിലും ഒക്കെ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ചെറിയ കഴിവ് വെച്ചിട്ടാണ് ഇവരൊക്കെ പോയി ഇരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് കഥയൊന്നും അവർക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾ സാധാരണ ചെയ്യുന്നത് തന്നെ ഒരു തബല കാണും, അല്ല പാട്ട് പാടുന്ന ആൾ, ഓർഗൻ, വയലിൻ, ഗിത്താർ, അങ്ങനെ പല ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ലെവലിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഗാനമേള തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം വരെയും ഒരൊറ്റ ലെവലിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ സൗണ്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഹൈ ഫ്രീക്വൻസി ഏതാ, ലോ ഫ്രീക്വൻസി ഏതാ, ഇതൊന്നും ഇവർക്കറിയത്തില്ല.
ആകെപ്പാടെ ഇവർ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ഹമ്മിങ് സൗണ്ട് വന്നു കഴിഞ്ഞാൽ ഒരെണ്ണം പിടിച്ച് താക്കും, ശകലം ഒന്ന് പൊക്കി വെക്കും. അതോടെ ആ കൂവലങ്ങ് മാറിക്കിട്ടും. ഇതാണ് ഇവർ പൊതുവേ ചെയ്യാറ്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ഈ ലോക്കൽ ഗാനമേളകളല്ലാതെ ഈ MG ശ്രീകുമാറിൻ്റെ അല്ലെ മധു ബാലകൃഷ്ണൻ്റെ, യേശുദാസിൻ്റെ അങ്ങനെയുള്ള പ്രൊഫഷണലായിട്ടുള്ള സിംഗേഴ്സിൻ്റെ ഗാനമേള പോയി കേൾക്കണം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ബോക്സിൻ്റെ കീഴെ പോയിരുന്നാലും ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. അതായത് തബലയുടെ സൗണ്ടായാലും ഈ പറഞ്ഞ പോലെ ഓർഗൺ ആയാലും വയലിനായാലും എന്തിൻ്റെ സൗണ്ടായാലും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ല. ഒരു തബലയുടെ സൗണ്ടിനകത്ത് തന്നെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് സൗണ്ടുകൾ കാണും. അതൊക്കെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഏറ്റവും നല്ല മനോഹരമായ സൗണ്ട് മാത്രം ബോക്സിനകത്തൂടെ കേൾപ്പിക്കുക, സ്പീക്കറിനകത്തൂടെ കേൾപ്പിക്കുക എന്നുള്ളൊരു കഴിവ് വേണം ഈ മിക്സറെ ഇരിക്കുന്ന സൗണ്ട് എഞ്ചിനീയർക്ക്. അല്ലാതെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞാൽ അവനൊരു എഞ്ചിനീയർ ആകത്തില്ല. ഈ ഗാനമേള ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയർക്ക് ഈ സൗണ്ടിനെക്കുറിച്ച് മാത്രം പഠിച്ചാൽ പോരാ. ഒരു പാട്ട് പാടുമ്പം ആ പാട്ട് വരെ കാണാതെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു കഥ. കാരണം ഒരു പാട്ടിനകത്ത് ഒരു തബലയുടെ സൗണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വയലിൻ്റെ സൗണ്ട്, ഓർഗൻ്റെ സൗണ്ട് എവിടെയാണ് കയറി വരേണ്ടത്, എവിടെയാണ് താന്ന് വരേണ്ടത്, ആ പാട്ടിൻ്റെ ഏത് ഭാഗത്താണ് ഈ ഗിറ്റാറിൻ്റെ സൗണ്ട് ശക്കലം കയറ്റി വെക്കേണ്ടത്, ഇതിവൻ മൈൻഡിൽ ഇവൻ കാൽക്കുലേറ്റ് ചെയ്ത് വേണം ഇവൻ ഇരിക്കാൻ. എന്നിട്ട് ആ ഭാഗം വരുമ്പോഴത്തേക്ക് മാത്രം അല്പം ഗിറ്റാർ കയറ്റി വെക്കുക, അല്ലെങ്കിൽ ശക്കലം തബല കയറ്റി വെക്കുക. അല്ലാതെ ഈ വോക്കൽ വരുന്ന സമയത്ത് താത്ത് വെക്കേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെ അത് കൃത്യമായിട്ട് അവൻ പഠിച്ചിട്ട് വേണം ഇരിക്കാൻ. അതായത് അവൻ ആ സോങ് മൊത്തം കാണാപ്പാടമായിരിക്കണം എന്നർത്ഥം. അല്ലാതെ ചുമ്മാ പോയി വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് എഞ്ചിനീയർ ആകത്തില്ല. ഈ കങ്കുവ സിനിമ ചെയ്ത സൗണ്ട് എഞ്ചിനീയർക്ക് ഒരു ഏക്കും ചൂക്കും അറിയാൻ മേലാത്ത ഏതോ ഒരു മണ്ടനാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യത്തില്ല. അയാൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഫോണിലാണെങ്കിലും നമ്മളെങ്ങനെ ഈക്വലൈസർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇടത്തുവശത്തിരിക്കുന്ന ബാസ് അങ്ങോട്ടങ്ങ് കയറ്റി വെക്കും, വലത്തുവശത്തിരിക്കുന്ന അങ്ങേ അറ്റത്തിരിക്കുന്ന ട്രബിൾ അതങ്ങോട്ട് പൊക്കി വെക്കും, നടുക്ക് വശത്ത് വരുമ്പോൾ മിഡ് റേഞ്ച് വോക്കൽ അത് ശകലം അങ്ങ് താത്ത് വെക്കും. ആഹാ ക്വാളിറ്റി ആരേ വാ. ഈ ഒരു പരിപാടി മാത്രം ചെയ്യാവുന്ന ഏതോ ഒരു മരംഭൂതമാണെന്ന് തോന്നുന്നു ഈ കങ്കുവ സിനിമ ചെയ്തതെന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ, അവൻ സത്യം പറഞ്ഞാൽ സെൻറ്റർ താക്കുകയല്ല ചെയ്തത്, അവൻ മൊത്തത്തിൽ അങ്ങ് പൊക്കി അങ്ങ് വെക്കുക. അവൻ അറിയത്തില്ല ഏത് ഫ്രീക്വൻസിയാണ് നമ്മൾ ചെവിക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. അവന് മാക്സിമം സൗണ്ട് വേണം, മാക്സിമം വോളിയം വേണം. എന്ത് ചെയ്യാൻ തിയേറ്ററുകാരെന്ത് ചെയ്യാനായിട്ടാ? ലോകത്തുള്ള സകല തിയേറ്ററിലും ഇതേ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററുകാർക്കൊന്നും ചെയ്യാനില്ല എന്നല്ലേ അർത്ഥം. ഈ വീഡിയോ കണ്ടതിന് ശേഷം സത്യസന്ധമായിട്ട് കമൻ്റ് ഇടുക. സത്യസന്ധമായിട്ട് അയ്യോ എനിക്ക് തലവേദന എടുത്തു, ഞാൻ സൂര്യ ഫാനാണ്, അതുകൊണ്ട് എനിക്ക് തലവേദന എടുത്താൽ എനിക്ക് കുഴപ്പമില്ല, സൂര്യ വന്ന് പൈസ തരുമോ? ഇല്ല. ഈ ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ പൈസ തരുമോ? ഈ സൗണ്ട് മിക്സ് ചെയ്തവൻ കൊണ്ട് പൈസ തരുമോ? ഇല്ല. അതുകൊണ്ടുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയാം. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ ഈ കമൻറ്റുകൾ വന്നിരിക്കുന്നത് ഇവരെന്തോ ഫാൻ ഫൈറ്റ് ആയിട്ടാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. അതായത് ഈ സൂര്യനെ ഇഷ്ടമില്ലാത്ത ആരാണ്ട് അല്ലെങ്കിൽ വിജയ് ഫാനോ തലഫാനോ വന്നിട്ട് ഏതാണ്ട് പറയുന്നതാണെന്നാണ് ഇവരുടെ വിചാരം. അങ്ങനെയല്ല സഹോദരന്മാരെ, ഇത് ശരിക്കും തലവേദന എടുത്തിട്ട് തന്നെയാണ് ഈ പറയുന്നത്. സത്യമാണ്, എനിക്കിപ്പോഴും മാറിയിട്ടില്ല. ഒരു ചെറിയൊരു കുഞ്ഞൊരു മൂളക്കം പോലെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ ആ സിനിമ കണ്ടിട്ട് ഇങ്ങോട്ട് ബൈക്ക് ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ഫോൺ അടിക്കുന്ന പോലെ എനിക്ക് ചുമ്മാ തോന്നുക കിണിയാന്ന്. ഞാൻ ഇടയ്ക്ക് നിർത്തിയിട്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ നോക്കുമ്പോൾ ഇല്ല, അടിച്ചിട്ടില്ല. ഇത് സത്യസന്ധമായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് രണ്ടാമത് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇത്ര എനിക്ക് പറയാനുള്ളൂ.